അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മളൊക്കെ പ്രതീക്ഷിച്ച പരിശുദ്ധമായ റമദാനു ഷരീഫ് ഇന്നത്തെ രാത്രിയോടുകൂടെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധമായ റമദാനു ഷരീഫില് നാം പ്രത്യേകമായി നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് തറാബീഹ് നിസ്കാരം. ആ തറാബീഹ് നിസ്കരിക്കുന്ന സമയത്ത് പലർക്കും സംഭവിക്കുന്ന 10 അബദ്ധങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ തറാബീഹ് നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപവും നമ്മൾക്ക് പഠിക്കാം. ഈ റമദാനു ഷരീഫിലെ ആദ്യത്തെ രാത്രിയിൽ എന്തെല്ലാം സൽക്രമങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ പറഞ്ഞവരൊക്കെ കമന്റില് അൽഹംദുലില്ലാ എന്നൊന്ന് എഴുതി വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ദാറുൽ മുബീൻ മജ്ലിസിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കും. കഴിയുന്ന ആളുകളൊക്കെ ആ മജ്ലിസിൽ പങ്കെടുക്കണം, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത വിളിച്ചറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക. 6 മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ തിരക്കൊക്കെ ഒഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് ആ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മളൊക്കെ പ്രതീക്ഷിച്ച പരിശുദ്ധമായ റമദാനു ഷരീഫ് ഇന്നത്തെ രാത്രിയോടുകൂടെ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇന്നത്തെ രാത്രി വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പോരിശകൾ നിറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. ഇന്നത്തെ രാത്രി നമ്മൾ മുതലാക്കണം. എങ്ങനെയാണ് ഇന്നത്തെ രാത്രി നമ്മൾ മുതലാക്കുക? ധാരാളം ഇബാദത്തുകൾ ചെയ്യുക. ഇന്നത്തെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിലേക്ക് റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം ദിക്റുകൾ ചെല്ലുക, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. പ്രത്യേകമായി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. അത് ആരും മറന്നു പോകരുതേ. അതോടൊപ്പം തന്നെ ഇന്നത്തെ രാത്രി പ്രിയമുള്ളവരെ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യണം. സൂറത്തുൽ ഫത്ഹ് റമദാനിന്റെ ആദ്യത്തെ രാവിൽ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ വസിഅല്ലാഹു റിസ്ഖഹു, അവന്റെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാല നൽകുമെന്ന് മാത്രമല്ല ഒരു വർഷം അള്ളാഹുവിന്റെ കാവൽ അവനക്ക് ലഭിക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക, ധാരാളം ദിക്റുകൾ ചെല്ലുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ രാത്രി ധാരാളം ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്നത്തെ രാത്രി മുതൽ തറാവീഹ് നിസ്കരിക്കാൻ തുടങ്ങണം. ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ഇത് പരിശുദ്ധമായ റമദാനു ഷരീഫിൽ മാത്രമേ നമ്മൾക്ക് നിസ്കരിക്കാൻ പറ്റൂ. നമ്മൾ ഇന്നത്തെ രാത്രി തീരുമാനം എടുക്കുക, റമദാൻ 30 വരെയും 30 തറാവീഹും ഞാൻ നിസ്കരിക്കുമെന്ന് നമ്മൾ ഇന്ന് തന്നെ നിയ്യത്ത് വെക്കണം, മനസ്സിൽ കരുതണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിസ്കരിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുമെന്ന് മഹാനായ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 30 തറാവീഹിനും വ്യത്യസ്തങ്ങളായ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. ധാരാളം നന്മകൾ ചെയ്ത പ്രതിഫലം നമ്മൾക്ക് ലഭിക്കും.
20 റക്അത്ത് നിസ്കരിച്ചാൽ ധാരാളം നന്മകൾ ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. മനസ്സിന് ശാന്തിയും സമാധാനം ഉണ്ടാകും. ശരീരത്തിന് നല്ല ആഫിയത്തും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും തറാവീഹ് നിസ്കരിച്ചാൽ. പലരും ചോദിക്കാറുണ്ട്, തറാവീഹ് എത്ര റക്അത്താണ്? ചില ആളുകൾ പറയുന്നു 8 റക്അത്താണെന്ന്. അത് ശരിയാണോ ഉസ്താദേ എന്ന് പലരും ചോദിക്കാറുണ്ട്. തറാവീഹ് 8 റക്അത്തല്ല, തറാവീഹ് 20 റക്അത്താണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ആ മുത്ത് നബിയിൽ നിന്നും പഠിപ്പിച്ച മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ മഹാന്മാർ നിസ്കരിച്ചതും 20 റക്അത്തായിരുന്നു. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മാലിക് ഇമാം അവിടുത്തെ മുവത്തയിലൊക്കെ പറഞ്ഞത് തറാവീഹ് 20 റക്അത്താണ്. 4 മദ്ഹബിന്റെ ഇമാമികളും അഭിപ്രായപ്പെട്ടത് തറാവീഹ് 20 റക്അത്താണ്. എല്ലാ ഫുഖഹാക്കളും എല്ലാ പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിച്ചത് തറാവീഹ് 20 റക്അത്താണ്. അത് ലോക പണ്ഡിതന്മാരുടെ ഇജ്മാ ആണ്, അതിൽ തർക്കം വേണ്ട. പിന്നെ ആരായി 8 റക്അത്ത് നിസ്കരിക്കുന്നത്? അത് മടിയുള്ള ആളുകളാണ്, നിസ്കരിക്കാൻ മടിയുള്ള ആളുകളാണ് ആ 20 റക്അത്ത് 8 റക്അത്ത് ചുരുക്കിയത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി തറാവീഹ് നിസ്കരിക്കുമ്പോൾ പല സഹോദരി സഹോദരന്മാരും വരുത്തുന്ന 10 അബദ്ധങ്ങൾ നമുക്ക് പഠിക്കാം. അതിനുശേഷം തറാവീഹ് നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ടേ ക്ലാസ് ഓഫാക്കാൻ പറ്റൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. തറാവീഹ് നിസ്കരിക്കുമ്പോൾ അധിക ആളുകളും വരുത്തുന്ന ഒന്നാമത്തെ ഗൗരവമുള്ള അബദ്ധമാണ് അമിത വേഗത എന്ന് പറയുന്നത്. പല ആളുകളും തറാവീഹ് അമിത വേഗതയിലാണ് നിസ്കരിക്കുക. നോൺ സ്റ്റോപ്പ് ബസിന്റെ പോലെയാണ്, നിർത്താതെ പോകുന്ന ഒരു നിസ്കാരം പോലെ അങ്ങനെ നിസ്കരിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. തറാവീഹ് സാവധാനത്തിൽ നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ്. അത് അമിത വേഗതയിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ പലതും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകും. മാത്രമല്ല, നിസ്കാരത്തിന്റെ ഫർളുകൾ തന്നെ പല ആളുകളും ഈ അമിത വേഗത കൊണ്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട്. നിസ്കാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫർളാണ് തുമഇനീനത്ത് എന്നുള്ളത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അടങ്ങി താമസിക്കുക എന്നുള്ളത്. അത് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സമിഅല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ഇതാ തറാവീഹ് നിസ്കാരം എന്നാ പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. തറാവീന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കൂല. അതുകൊണ്ട് തറാവീഹ് നിസ്കാരം സാവധാനത്തിൽ നിസ്കരിക്കുക, അമിത വേഗത ഒഴിവാക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റാണ്. പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ട് തറാവീഹ് സ്പീഡിൽ നിസ്കരിക്കേണ്ട നിസ്കാരമാണെന്ന്. അങ്ങനെയല്ല. തറാവീഹും എല്ലാ നിസ്കാരവും സാവധാനത്തോടെ നിസ്കരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ രണ്ടാമത്തെ തെറ്റ് ഖുർആനിൽ ഓത്തിൽ വരുന്ന പിഴവുകളാണ്. ഫാത്തിഹ സൂറത്ത് തെറ്റിച്ചോദിയ നിസ്കാരം ശരിയാവൂല. അതിനെങ്ങനെ നമ്മൾ അമിത വേഗതയിലാണ് നിസ്കരിക്കുന്നത്, അപ്പൊ ഫാത്തിഹ സൂറത്ത് വരെ തെറ്റിപ്പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാലികി യൗമിദ്ദീൻ അങ്ങനെയൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മളെ നിസ്കാരം തെറ്റിപ്പോകൂലേ? ഫാത്തിഹ സൂറത്തിലെ ഒരു ഹർഫ് മാറിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകും. ശ്രദ്ധ ഒഴിവാക്കാൻ പറ്റൂല. നീട്ടേണ്ട സ്ഥലത്ത് നീട്ടണം, മണിക്കേണ്ട സ്ഥലത്ത് മണിക്കണം. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ ഖുർആനിലെ പിഴവുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഫാത്തിഹ സൂറത്തിൽ ഒരിക്കലും പിഴവ് സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ നമ്മളെ നിസ്കാരം ബാത്തിലാകും. അതുപോലെ തന്നെ ദിക്റിലെ അശ്രദ്ധ. ഒരുപാട് ദിക്റുകൾ ചെല്ലണം. ഓരോ സ്ഥലത്തും റുക്കൂയിലേക്ക് പോകുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എത്ര പ്രാവശ്യ? അത് 3 പ്രാവശ്യമാണ്. തറാവീഹ് നിസ്കാരത്തിൽ 1 പ്രാവശ്യമാണെന്ന് ആരാ പഠിപ്പിച്ചത്? അങ്ങനെ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി എത്ര പ്രാവശ്യ? അത് 3 പ്രാവശ്യമാണ് ചെല്ലേണ്ടത്, 1 പ്രാവശ്യമല്ല. പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഒഴിവാക്കിയിട്ട് എന്ത് തറാവീഹ? അതുകൊണ്ട് കൃത്യമായി ദിക്റുകളൊക്കെ നമ്മൾ ശരിക്ക് ചെല്ലണം. നമ്മൾ ഫർള് നിസ്കരിക്കുമ്പോൾ ശരിക്ക് ദിക്റുകൾ ചെല്ലാറില്ലേ? 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി ചെല്ലാറുണ്ട്. അതുപോലെ തന്നെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി ചെല്ലാറുണ്ട്. 2 സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിലുള്ള ദിക്ർ ചെല്ലാറുണ്ട്. അതുപോലെ ഇഅ്തിദാലിലുള്ള ദിക്ർ ചെല്ലാറുണ്ട്. അതൊക്കെ ശ്രദ്ധയോടുകൂടെ ചൊല്ലണം. അതല്ലെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന്റെ കൂലി നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നീയത്തിൽ വരുത്തുന്ന തെറ്റുകൾ. പല ആളുകളും തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ റക്അത്തിൽ തന്നെ നീയത്ത് വെക്കുന്ന സമയത്ത് തറാവീഹ് 20 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീയത്ത് വെക്കാറുണ്ട്. അത് ശരിയല്ല.
തറാവീഹ് നിസ്കരിക്കുമ്പോൾ ഈ രണ്ട് റക്അത്തായി നിസ്കരിക്കണം. 20 റക്അത്തായി ഒറ്റടിക്ക് നിസ്കരിക്കാൻ പറ്റൂല. അതല്ലെങ്കിൽ 4 റക്അത്ത് ഒറ്റടിക്ക് നിസ്കരിക്കലല്ല, ഈ രണ്ട് റക്അത്തായി നിസ്കരിക്കണം എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഓരോ ഈ 2 റക്അത്തിലും നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാതെ ഒന്നാമത്തെ റക്അത്തിൽ തന്നെ തറാവീഹ് 20 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാൻ പറ്റൂല. അത് ശരിയല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെയാണ് 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റൂല. പല ആളുകളും ളുഹ്ർ നിസ്കരിക്കുന്നത് പോലെ, അസർ നിസ്കരിക്കുന്നത് പോലെ 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കാറുണ്ട്. അങ്ങനെയും നിസ്കരിക്കാൻ പറ്റൂല. ഈ 2 റക്അത്തായി തന്നെ നിസ്കരിക്കണം എന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ പല ആളുകളും തറാവീഹ് നിസ്കാരത്തിൽ വരുത്തുന്ന മറ്റൊരു അബദ്ധമാണ് വജ്ജഹത്ത് ഒഴിവാക്കുക എന്നുള്ളത്. പിന്നെ എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത്? എല്ലാം ഒഴിവാക്കിയിട്ടാ പല ആളുകളും തറാവീഹ് നിസ്കരിക്കുക. എല്ലാം ഒഴിവാക്കുക, ദിക്റുകൾ ഒഴിവാക്കുക, സൂറത്തുകൾ ഒഴിവാക്കുക, നീയത്ത് ശരിക്കും വെക്കൂല. പിന്നെ എങ്ങനെ നമ്മളെ തറാവീഹ് ശരിയാവുക? ഞാൻ ആകെ 30 ദിവസമേ നമ്മൾക്ക് തറാവീഹ് നിസ്കരിക്കാൻ പറ്റുള്ളൂ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ തറാവീഹ് നിസ്കരിക്കാൻ പറ്റുമോ? റമദാനിലാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുന്നതില്ലെങ്കിൽ പിന്നെ എന്ത് തറാവീഹാണ്? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് സുന്നത്താണ്. വജ്ജഹത്ത് ഒഴിവാക്കി നിസ്കരിച്ചാൽ നിസ്കാരത്തിൽ കറാഹത്ത് സംഭവിക്കുകയാണ്. നിസ്കാരത്തിന്റെ പ്രതിഫലം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വജ്ജഹത്ത് ഓതുക. ഇനി വജ്ജഹത്ത് മുഴുവനായി ഓതാൻ പ്രയാസം ഉണ്ടെങ്കിലോ? ചിലപ്പോ ഇമാമും മാമൂമായിട്ട് നിസ്കരിക്കായിരിക്കും. അപ്പൊ ഇമാം അങ്ങനെ അടിച്ചു കൂടിയക്കാരൻ മാമൂമയൊന്നും ശ്രദ്ധിക്കൂല, അങ്ങനെ സ്പീഡിൽ നിസ്കരിച്ചു പോയക്കാരൻ, നോൺ സ്റ്റോപ്പ് പോലെ, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ മാമൂമ എന്താ ചെയ്യുക? അപ്പൊ വജ്ജഹത്ത് മുഴുവനായി ഓതാൻ നിന്നാല് നമുക്ക് ഇമാമിന്റെ കൂടെ റുക്കൂ പോലും ചിലപ്പോ കിട്ടൂല. ആ രൂപത്തിലായിരുന്നു ഇമാമ് അടിച്ചുകൂടുക നിസ്കാരം. അപ്പൊ എന്ത് ചെയ്യാ? വജ്ജഹത്ത് ഓതുന്ന സ്ഥലത്ത് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്ന് പറഞ്ഞാൽ കറാഹത്ത് ഒഴിവാകും. വജ്ജഹത്ത് ഓതിയ പ്രതിഫലവും നമ്മൾക്ക് ലഭിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ 7ാമത് വരുന്ന കറാഹത്ത്, ചെയ്യുന്ന തെറ്റ് ഔദ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഔദ് ഒഴിവാക്കരുത്. ഫാത്തിഹ സൂറത്തിന്റെ മുമ്പ് ഔദ് ഓതണ്ടേ? അതുകൊണ്ട് ഔദ് ഒഴിവാക്കരുത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തന്നെ ചൊല്ലണം. എല്ലാ റക്അത്തിലും നമ്മൾ ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ് ഔദ് ഓതണം. അത് ഒഴിവാക്കരുത്. അതുപോലെ ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, എന്റെ പിന്നിൽ മഅ്മൂമിങ്ങളുണ്ട്, എന്നെ ഒരുപാട് ആളുകൾ പിന്തുടരുന്നുണ്ട്, അതുകൊണ്ട് അവരെ കൂടെ ഞാൻ പരിഗണിക്കണം എന്ന് ഇമാമ് വിചാരിക്കണം. അല്ലാതെ ഇമാം ഇങ്ങനെ സ്പീഡിൽ അടിച്ചുകൂടുക, മഅ്മൂമിങ്ങൾക്ക് ദിക്ർ ചെല്ലാൻ സമയം കൊടുക്കുന്നില്ല, മഅ്മൂമിങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ സമയം കൊടുക്കുന്നില്ല, മഅ്മൂമിങ്ങൾക്ക് മറ്റുള്ള കാര്യത്തിനൊന്നും സമയം കൊടുക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും ഇമാമ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്തിനാ ഇമാം മഅ്മൂമി നിസ്കരിക്കുന്നത്? അതുകൊണ്ട് ഇമാമ് മഅ്മൂമികളെ പരിഗണിക്കണം നിസ്കരിക്കുന്ന സമയത്ത്. 9ാമത്തെ തെറ്റ്, അത്തഹിയാത്തിന് ഇരിക്കുന്ന സമയത്ത്. അത്തഹിയാത്തിന് നമ്മൾ ഇരിക്കൂലേ? ആ സമയത്ത് എങ്ങനെയാണ് ഇരിക്കേണ്ടത്? നമ്മൾ ളുഹ്ർ നിസ്കരിക്കുന്ന സമയത്ത്, മഗ്രിബ് നിസ്കരിക്കുന്ന സമയത്ത്, അസർ നിസ്കരിക്കുന്ന സമയത്ത് 2 അത്തഹിയാത്ത് ഓതാറുണ്ട്. 2ാമത്തെ റക്അത്തിൽ അത്തഹിയാത്ത് ഓതാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു രൂപത്തിലാണ് ഇരിക്കല്. അതിന്റെ പേരാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം. ആ ഇരുത്തമല്ല അത്തഹിയാത്തിന് നമ്മൾ തറാവീഹ് നിസ്കരിക്കുമ്പോൾ ഇരിക്കേണ്ടത്. അഥവാ നമ്മൾ ളുഹുറും അസറും മഗ്രിബൊക്കെ നിസ്കരിക്കുമ്പോൾ അവസാനത്തെ റക്അത്തിൽ ഒരു അത്തഹിയാത്തിന്റെ ഇരുത്തരിക്കലില്ലേ? അവസാനത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്ന ഇരുത്തത്തിന്റെ പേരാണ് തവറുക്കിന്റെ ഇരുത്തം. ആ ഇരുത്തമാണ് എല്ലാ അത്തഹിയാത്തിലും തറാവീഹിന് നമ്മൾ ഇരിക്കേണ്ടത്. അല്ലാതെ ഇഫ്തിറാഷിന്റെ ഇരുത്തമല്ല. ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല ആളുകളും വരുത്തുന്ന മറ്റൊരു തെറ്റാണ് അത്തഹിയാത്തിലെ പ്രാർത്ഥന ഒഴിവാക്കുക. അത്തഹിയാത്ത് ഓതി, അത്തഹിയാത്തിന് ശേഷം സ്വലാത്ത് ചൊല്ലി, അതിന്റെ ശേഷം പല ആളുകളും പ്രാർത്ഥന ഒഴിവാക്കാറുണ്ട്. അല്ലാഹുമ്മ അഊദു ബിക തുടങ്ങിയ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ഒഴിവാക്കാൻ പറ്റൂല. ഇനി ആ പ്രാർത്ഥന മുഴുവനും നമ്മൾ ഓതാൻ പ്രയാസം ഉണ്ടെങ്കിൽ മഹാന്മാര് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇതെങ്കിലും ചൊല്ലേണ്ടതുണ്ട്. പ്രാർത്ഥന മുഴുവനായി ഒഴിവാക്കാൻ പറ്റൂല. മുഴുവനായി ഒഴിവാക്കിയാൽ നിസ്കാരത്തിൽ കറാഹത്ത് സംഭവിക്കും. ഇനി ഞാൻ പറഞ്ഞതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതി ചോദിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി എങ്ങനെയാണ് തറാവീഹ് ശരിക്കും നിസ്കരിക്കേണ്ടത്? തറാവീഹിന്റെ നിയ്യത്ത് മുതൽ അവസാനം വരെ നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അള്ളാഹു കാക്കട്ടെ. ജമാഅത്തായി നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം.
ഒറ്റക്കും നിസ്കരിക്കാം, പക്ഷെ ജമാഅത്തായി നിസ്കരിക്കൽ പ്രത്യേകം പുണ്യമുണ്ട്. അത് മഹാന്മാര് സഹാബത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബാങ്കും ഇഖാമത്തും തറാവീഹിന് സുന്നത്തില്ല എന്നുകൂടെ ഞാൻ ഇതിന്റെ കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ തറാവീഹ് നിസ്കരിക്കേണ്ടത് ഈ രണ്ട് റക്അത്തായിട്ടാണ്. 20 റക്അത്ത് ഒരുമിച്ചല്ല, 4 റക്അത്ത് ഒരുമിച്ചല്ല, 8 റക്അത്ത് ഒരുമിച്ചല്ല, ഈ രണ്ട് റക്അത്തായിട്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, തറാവീഹ് നിസ്കരിക്കുമ്പോൾ എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? നിയ്യത്ത് ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചോ. ഉസല്ലി സുന്നത്ത തറാവീഹി റക്അത്തൈനി മുതവജ്ജിയൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു. എങ്ങനെ? തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് തക്ബീർ കെട്ട് അല്ലാഹു അക്ബർ. അങ്ങനെ തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വജ്ജഹത്ത് ഓതണം. നേരത്തെ ഞാൻ പറഞ്ഞു വജ്ജഹത്ത് ഒഴിവാക്കാൻ പറ്റൂല. വജ്ജഹത്തുന് പകരം സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എന്ന് പറയാവുന്നതാണ്. എന്നാൽ വജ്ജഹത്ത് ഓതിയ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകും. അങ്ങനെ വജ്ജഹത്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതൽ പ്രത്യേകം പുണ്യമുണ്ട്. അഊദു ഒഴിവാക്കരുതേ. അങ്ങനെ ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഏത് സൂറത്താണ് ഓതേണ്ടത്? ഏത് സൂറത്ത് ഓതാ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 20 റക്അത്ത് നിസ്കരിക്കുമ്പോ 20 സൂറത്തുകൾ നമ്മൾ ഓതണം. വല്ലുഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ 20 സൂറത്താണ്. വല്ലുഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ 20 സൂറത്തുകളുണ്ട്. അപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ വല്ലുഹ, രണ്ടാമത്തെ റക്അത്തിൽ അതിന് ശേഷമുള്ള സൂറത്ത്, മൂന്നാമത്തെ റക്അത്തിൽ അതിന് ശേഷമുള്ള സൂറത്ത് ഓതുക, നാലാമത്തെ റക്അത്തിൽ അതിന് ശേഷമുള്ള സൂറത്ത് ഓതുക. അങ്ങനെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ 20 റക്അത്ത് എത്തുമ്പോ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ ഓതിക്കഴിഞ്ഞാൽ 20 സൂറത്തുമായി, 20 റക്അത്തുമായി. ഇനി അങ്ങനെ ഈ സൂറത്തുകൾ അറിയുന്നില്ലെങ്കിൽ അലംതറ കൈഫ മുതൽ ഓതിയാൽ മതി. അലംതറ കൈഫ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ 10 സൂറത്തുകളാണ്. ആ 10 സൂറത്തുകൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചാൽ മതി. 11ാമത്തെ റക്അത്ത് എത്തുമ്പോ വീണ്ടും അലംതറ കൈഫ മുതൽ തുടങ്ങിയാൽ മതി. ഇനി ഒരു സൂറത്തും അറിയില്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു സൂറത്ത് അറിയോ, സൂറത്തുൽ ഇഖ്ലാസ് അറിയുമെങ്കിൽ എല്ലാ റക്അത്തിലും അത് ഓതാവുന്നതാണ്. അറിയാത്ത ആളുകൾക്കുള്ള പരിഹാരമാണ് ഞാൻ പറഞ്ഞത്. ഇനി സൂറത്തുൽ ഇഖ്ലാസും അറിയില്ല, അപ്പൊ എന്താ ചെയ്യാ? ഫാത്തിഹ സൂറത്തിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മാത്രം പറഞ്ഞാൽ മതി എല്ലാ റക്അത്തിലും. ഇതൊക്കെ അറിയാത്തവർക്കുള്ള പരിഹാരങ്ങളാണെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സൂറത്ത് ഓതുക. സൂറത്ത് ഓതിയതിന് ശേഷം റുക്കൂയിലേക്ക് പോകുന്നു, നമ്മൾ സാധാരണ നിസ്കരിക്കുന്നത് പോലെ. പിന്നെ സുജൂദിലേക്ക് പോകുന്നു. സുജൂദ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എണീറ്റ് നിൽക്കണം. വീണ്ടും എണീറ്റ് നിന്നുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതുന്നു, ഫാത്തിഹ സൂറത്ത് ഓതുന്നു, അതുപോലെ തന്നെ മറ്റൊരു സൂറത്ത് ഓതുന്നു. അങ്ങനെ സൂറത്ത് ഓതി വീണ്ടും റുക്കൂയിലേക്ക് പോകുന്നു, സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നു, നമ്മൾ സുജൂദിലേക്ക് പോകുന്നു, അത്തഹിയാത്തിനിരിക്കുന്നു. നേരത്തെ പറഞ്ഞു അത്തഹിയാത്തിനിരിക്കുന്ന സമയത്ത് തവറുക്കിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. മറ്റുള്ള നിസ്കാരങ്ങളിൽ, ഫർള് നിസ്കാരങ്ങളിലൊക്കെ അവസാനത്തെ അത്തഹിയാത്തിന് നമ്മൾ ഇരിക്കുമല്ലോ, ആ ഇരുത്തമാണ് തറാവീഹിന്റെ എല്ലാ അത്തഹിയാത്തിലും നമ്മൾ ഇരിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അത്തഹിയാത്ത് ചൊല്ലുന്നു, ദുആ ചെയ്യുന്നു, അതിനുശേഷം സലാം വീട്ടുക. ഇങ്ങനെ നമ്മൾ ഈ 2 റക്അത്തായി 10 പ്രാവശ്യം നിസ്കരിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ 20 റക്അത്ത് പൂർത്തിയാവുന്നതാണ്. ഇങ്ങനെയാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത്. എല്ലാ 2 റക്അത്തിലും ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ് നിസ്കരിക്കേണ്ടത്. എല്ലാ 2 റക്അത്തിലും നമ്മൾ നിയ്യത്ത് വെക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വജ്ജഹത്ത് ഒഴിവാക്കരുത്, അഊദ് ഒഴിവാക്കരുത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ പല ആളുകളും ചോദിക്കാറുണ്ട്, തറാവീഹ് കഴിഞ്ഞിട്ടാണോ നിയ്യത്ത് വെക്കേണ്ടത്, വിത്ർ നിസ്കാരം കഴിഞ്ഞിട്ടാണോ നിയ്യത്ത് വെക്കേണ്ടത് എന്ന്. നമ്മൾ സാധാരണ നിസ്കരിക്കാറുള്ളത് ഇശാ നിസ്കാരത്തിന് ശേഷം തറാവീഹ് നിസ്കരിക്കും, വിത്ർ നിസ്കരിക്കലാണ് പതിവ്. റമദാനിൽ പല ആളുകളും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നോമ്പിന്റെ നിയ്യത്ത് വെക്കേണ്ടത് തറാവീഹ് കഴിഞ്ഞിട്ടല്ല, അത്താഴ സമയത്താണ് നോമ്പിന്റെ നിയ്യത്ത് വെക്കേണ്ടത് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അത്താഴ സമയത്ത് നിയ്യത്ത് വെക്കാൻ മറക്കുമെന്നുണ്ടെങ്കിൽ ചില ആളുകൾ മറന്നുപോകും. അപ്പൊ പിന്നെ തറാവീഹ് കഴിഞ്ഞാൽ തന്നെ നിയ്യത്ത് വെക്കുക, അല്ലെങ്കിൽ നിയ്യത്ത് മറന്നു പോകുമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. തറാവീഹ് കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന അറബിയിൽ പറയാൻ അറിയുന്ന ആളുകൾ അറബിയിൽ പറയാം. ഇനി ഈ പ്രാർത്ഥന അറബിയിൽ പറയാൻ പ്രയാസമുണ്ട്, അറബിയിൽ അറിയില്ല, നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഈജാബത്ത് നൽകുമല്ലോ. ഏതായാലും ആ അറബിയിലുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്.
അല്ലാഹുമ്മ ഇന്ന ലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹരി റമളാന ഉതഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനൻ നാർ ഇജ്അൽനാ മിൻ ഉതഖായിക വതുലഖായിക വഖുലസായിക വഉമനാഇക മിനൻ നാർ ഇജ്അൽനാ യാ ഇലാഹനാ യാ അല്ലാഹു യാ അല്ലാഹു മിനസ് സുഅദാഇൽ മഖ്ബൂലീൻ വലാ തജ്അൽനാ മഅൽ അശ്ഖിയാഇൽ മത്റൂദീൻ. ഇതാണ് തറാവീന്റെ ശേഷം പ്രാർത്ഥിക്കേണ്ടത് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ വിത്ർ നിസ്കരിക്കണം. വിത്ർ സാധാരണ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിച്ചാൽ മതി. അവർക്ക് അങ്ങനെ നിസ്കരിക്കൽ തന്നെയാണ് പുണ്യമുള്ളത്. കാരണം വിത്ർ നിസ്കാരം എല്ലാ നിസ്കാരത്തിൻ്റെക്കായും അവസാനമാകണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ തഹജ്ജുദിന്റെ ശേഷമായിരിക്കണം നമ്മൾ വിത്ർ നിസ്കരിക്കേണ്ടത്. അങ്ങനെയാണ് പ്രത്യേകം സുന്നത്തുള്ളത്. ഇനി വിത്ർ നിസ്കാരം നിങ്ങൾ ഉറക്കിൽപ്പെട്ട് മറന്നു പോകുമെങ്കിൽ തറാവിന്റെ ശേഷം തന്നെ വിത്ർ നിസ്കരിക്കുക. വിത്ർ നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കി ഞാനൊന്ന് വിശദീകരിച്ചു തരാം. വിത്ർ നിസ്കരിക്കേണ്ടത് 3 റക്അത്താണ്. എല്ലാ സമയത്തും ചില ആളുകൾ 1 റക്അത്ത് നിസ്കരിക്കലുണ്ട്. എല്ലാ ദിവസവും 1 റക്അത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. അപ്പൊ ഒരു ദിവസം 3 റക്അത്താണെങ്കിൽ ഒരു ദിവസം 1 റക്അത്ത് നിസ്കരിക്കുക. അതല്ലെങ്കിൽ എല്ലാ ദിവസവും 3 റക്അത്ത് നിസ്കരിക്കുക. എല്ലാ ദിവസവും 1 റക്അത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. അങ്ങനെ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വിത്ർ നിസ്കരിക്കുമ്പോൾ നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് എങ്ങനെയാണ്? വിത്റിൽ നിന്നുള്ള വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. നമ്മൾ വജ്ജഹത്ത് ഓതുന്നു, അഊദ് ഓതുന്നു, ഫാത്തിഹ സൂറത്ത് ഓതുന്നു. ഫാത്തിഹ സൂറത്തിന് ശേഷം സൂറത്ത് ഓതൽ സുന്നത്താണ്. അപ്പൊ ഏത് സൂറത്താണ് ഓതേണ്ടത്? സബ്ബിഹിസ്മ സൂറത്ത്, സൂറത്തുൽ അഅല ഓതണം 1ാമത്തെ റക്അത്തില്. സൂറത്തുൽ അഅല അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒരു സൂറത്ത് ഓതിയാൽ മതി. എല്ലാ ആളുകൾക്കും സൂറത്തുൽ അഅല അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു സൂറത്ത് ഓതിയാൽ മതി. അങ്ങനെ നമ്മൾ സൂറത്ത് ഓതുന്നു, റുക്കൂയിലേക്ക് പോകുന്നു, സുജൂദിലേക്ക് പോകുന്നു. 2ാമത്തെ സുജൂദ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ 2ാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് നിൽക്കുന്നു. 2ാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് നിന്ന് അഊദ് ഓതുക. അതിനുശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ സൂറത്ത് മുഴുവനാക്കുക. പിന്നെയും സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. സൂറത്തുൽ കാഫിറൂൻ ഓതലാണ്. ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ആ സൂറത്താണ് ഓതേണ്ടത്. അതറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സൂറത്ത് ഓതിക്കോളിയും. അതും അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് അറിയല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ഇനി ഒരു സൂറത്തും അറിയില്ലെങ്കിൽ വെറും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വീണ്ടും റുക്കൂയിലേക്ക് പോകുന്നു, സുജൂദിലേക്ക് പോകുന്നു, അത്തഹിയ്യാത്തിലിരിക്കുന്നു, സലാം വീട്ടുന്നു. അവിടുന്ന് ഉടനെ എണീറ്റ് നിൽക്കുക. ഉടനെ എണീറ്റ് നിന്നിട്ട് വീണ്ടും നമ്മൾ നിയ്യത്ത് വെച്ച് നിസ്കരിക്കണം. വിത്റിൽ നിന്നുള്ള 1 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ഫാത്തിഹ സൂറത്ത് ഓതുക. അതിനുശേഷം സൂറത്ത് ഓതണം. 3 സൂറത്തുകൾ ഓതാനാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത്. 3ാമത്തെ റക്അത്തിൽ ഫാത്തിഹന്റെ ശേഷം 3 സൂറത്ത് ഓതാനാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. 1ാമത്തെ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്. 2ാമത്തെ സൂറത്ത് സൂറത്തുൽ ഫലഖാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സൂറത്തുകളാണ്. 3ാമത്തെ സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. ഈ സൂറത്താണ് ഓതേണ്ടത്. വീണ്ടും റുക്കൂയിലേക്ക് പോകുന്നു, സുജൂദിലേക്ക് പോകുന്നു, അത്തഹിയ്യാത്തിലിരിക്കുന്നു, സലാം വിട്ടുന്നു. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 പ്രാവശ്യം വിത്ർ നിസ്കാരത്തിന്റെ ശേഷം പറയൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാന്മാര് നമ്മളെ വീണ്ടും പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വിത്ർ നിസ്കരിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതി ചോദിക്കണം. ഗ്രൂപ്പിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പിലും ചോദിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ഒരുപാട് ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് ഞാൻ പറയും. എല്ലാ ആളുകളും അത് കേൾക്കുക. ഖത്തം തീർക്കുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ അത്താഴത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ നോമ്പ് തുറയെ കുറിച്ചൊക്കെ നമുക്ക് പറയണം. അതൊക്കെ എല്ലാവരും കേൾക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.